إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചസൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിനെ ഏറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനും നിഷേധിക്കാത്ത ഒരു പരമയാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത്. മതമുള്ളവനും ഇല്ലാത്തവനും, നന്മയിൽ വർത്തിക്കുന്നവനും തമ്മാടിത്തത്തിൽ ജീവിക്കുന്നവരുമൊക്കെ അറിയാം, ഒരു മരണമുണ്ട്, എല്ലാം ഒടുങ്ങും എന്നുള്ളത്. എന്നു മാത്രമല്ല, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിൽ നിന്ന് ഓടിമറയുവാനോ രക്ഷപ്പെടുവാനോ ഒരു പഴുതുമില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാൽ എങ്ങനെയെങ്കിലും മരണമൊന്ന് നീട്ടിപ്പിടിക്കാൻ കഴിയുമോ എങ്കിൽ ആ ഒരു പരിശ്രമം നടത്തട്ടെ എന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയുള്ളത്. നിരന്തരമായിട്ടുള്ള ബോഡി ചെക്കപ്പുകൾ നടക്കുന്നു. ഫാമിലി ഡോക്ടേഴ്സ് പലർക്കുമുണ്ട്. ബിപിയും ഷുഗറും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ എന്ന് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യമായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ ജീവിതത്തിൽ വർത്തിക്കാൻ വേണ്ടി കഠിനമായിരിക്കുന്ന രൂപത്തിൽ നമ്മൾ പരിശ്രമം നടത്തുന്നു. അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം
ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. 5 നേരത്തെ നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ സന്നദ്ധമല്ലാത്ത ആളുകൾ പോലും നിങ്ങളുടെ ഭാവി അല്പം ആശങ്കയിലാണ്. അതുകൊണ്ട് ദിവസം ഒരു 8 കിലോമീറ്ററെങ്കിലും നിങ്ങൾ നല്ല രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പം നട്ടപ്പാതിര നേരത്ത് നമ്മുടെ വീടകങ്ങളിലെ പെൺകുട്ടികൾ പോലും അല്ലെങ്കിൽ ഉമ്മമാര് പോലും ഭാര്യമാര് പോലും നടക്കാൻ സന്നദ്ധമാവുകയാണ്. എല്ലാം നമുക്കറിയാം, ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല പ്രിയമുള്ളവരെ നമ്മെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ മുമ്പ് അല്ല, ലോകം സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പേ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജനനവും നമ്മുടെ മരണവും ഒക്കെ. അത് അല്ലാഹു സുബ്ഹാനഹു തആല നിരന്തരമായി പരിശുദ്ധ ഖുർആനിലൂടെ മാനവ സമൂഹത്തെ നിരന്തരമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. പടിപടിയായി ഓരോ ഘട്ടങ്ങളിലൂടെ മാതാവിന്റെ ഗർഭാശയത്തിലൂടെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് പരിപൂർണമായിരിക്കുന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയതിനു ശേഷം സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇതിനെല്ലാം ശേഷം നിങ്ങളെ ഞാൻ മരിപ്പിക്കുന്നതാണ്, നിങ്ങൾ മയ്യത്തായി തീരുന്നതാണ്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ആസ്വദിക്കുന്ന അനുഭവങ്ങളേതുപോലെ തന്നെ ഒരു മനുഷ്യനും കടന്നുപോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കടന്നു പോകാതിരിക്കാൻ കഴിയാത്ത സുന്ദരമായിരിക്കുന്ന ഒരു അനുഭവം എന്ന രൂപത്തിൽ അള്ളാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഈ ലോകത്ത് ആരെങ്കിലും ശേഷിക്കുന്നുവെങ്കിൽ, ശേഷിക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ശേഷിക്കേണ്ടിയിരുന്നത്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. താങ്കൾ മരിച്ചു പോകും, അവരും മരിച്ചു പോകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഏതു സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ മരണമെന്ന് പ്രവചിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഏതു സമയത്തും നമ്മുടെ മരണം പിടികൂടാമെന്ന് അറിയാവുന്ന ആളുകൾ പോലും അതിനെക്കുറിച്ച് നിരന്തരമായി മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെയും മരണത്തെയും നമ്മെ ഒരു പരീക്ഷണത്തിന്റെ ഹേതുവാക്കിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഏതൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുക എന്നുള്ളത് നിങ്ങൾക്കറിയാൻ സാധ്യമല്ല, റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളായി അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഖുൽ പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം വിശ്വാസികളായിരിക്കുന്ന ആളുകളോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ നിരന്തരമായി ഓടിയകലാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة. ശേഷം നിങ്ങളെ രഹസ്യവും പരസ്യവും അറിയാവുന്ന റബ്ബിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അന്ന് ഓർമ്മപ്പെടുത്തി തരുന്നതാണ്, നിങ്ങൾക്ക് അറിയിച്ചു തരും. അവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പരതിയാൽ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആൻ കാണാൻ കഴിയും. ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവൽ ഖത്ൽ. മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് യുദ്ധങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിങ്ങൾ എത്ര കണ്ട് ഓടിയകലുന്നുവോ ഒരു ഉപകാരം നിങ്ങൾക്ക് ആ മുട്ടം കൊണ്ട് കിട്ടുകയില്ല എന്നാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ശക്തമായ ഇടുപ്പുകളിൽ, കോട്ടകളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാൽ പോലും തീർച്ചയായും ആ മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ദുഃഖത്തിന്റെയും അവസരങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ വന്ന് ഭവിക്കുമോ, ഷുഗർ ഉണ്ടാകുമോ, ബ്ലോക്ക് സംഭവിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് നിരന്തരമായി നമ്മൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്.
കുട്ടികളുടെ മംഗലം വരികയാണ്, വീട്ടിൽ ഇന്ന കാര്യങ്ങൾ ഫംഗ്ഷനുകൾ നടക്കുകയാണ്, അതിനുവേണ്ടി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലെല്ലാം ഒരുപക്ഷെ നമ്മെ സഹായിക്കാൻ, നമ്മോട് കൂടെ ചേരാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഞാനും നിങ്ങളുമെല്ലാം മനസ്സിലാക്കിയത്, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഈ അവസാന അന്ത്യയാത്രയെക്കുറിച്ച് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പലപ്പോഴും മറ്റുള്ളവർ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോ ഒരുപക്ഷെ നമുക്ക് ചെറിയ തെല്ലൊരു ഭയപ്പാടുണ്ടാക്കി എന്ന് വന്നേക്കാം. അതേതാനും നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പം എല്ലാം നമ്മൾ മറന്നു പോകുന്നു. ജനാസയിൽ പങ്കെടുത്തു തിരികെ വരുന്നതോടുകൂടെ ആ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മിൽ നിന്നും മാഞ്ഞു തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ മരണത്തെക്കുറിച്ച്? നമ്മളെല്ലാവരും ഒന്ന് കാണുന്നു, മൂക്കിലൊക്കെ പഞ്ഞി വെച്ചുകൊണ്ട് വെള്ളത്തൊടി മൂണ്ടിയിട്ട് ആളുകൾ, ഏറ്റവും മുറ്റവരായിരിക്കുന്ന ആളുകൾ ചുറ്റും കൂടി കണ്ണുനീർ വാർക്കുന്ന ആ ഭയാനകമായിരിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരുണ്ട് നമ്മോടൊപ്പം വരാൻ? ഒരു യാത്രക്കാണ്, ഒരു യാത്ര പുറപ്പെടുകയാണ്. നമ്മെ സ്നേഹിക്കുന്ന ആരും നമ്മുടെ കൂടെയില്ല. ഇരുണ്ട യാത്രകളാണ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ രാത്രിയെക്കുറിച്ച്, ഒറ്റപ്പെട്ടു പോകുന്ന ദിവനരാത്രങ്ങളെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് പ്രിയമുള്ളവരെ നമുക്ക് ആലോചിക്കാൻ കഴിയാറുണ്ടോ? ആലോചിക്കാൻ കഴിയുന്നില്ല എന്നു തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ മോശമായി പോകാനുള്ള കാരണവും. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ജനാസയോടൊപ്പം ഖബർസ്ഥാനിലേക്ക് ജനാസയോടൊപ്പം അനുഗമിക്കുകയും ഖബർ കുഴിച്ച് ആകാത്തത് കാരണത്താൽ ആ മയ്യത്തിന് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കാത്തിരിക്കുകയാണ്. പ്രവാചകന്റെ ചെയ്തികളെ കുറിച്ച് വിശദീകരിച്ചത് സഹാബത്ത് പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീർ വാർക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, തീർച്ചയായും ഇതുപോലൊരു ദിവസം നമുക്ക് വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണ് നനയുന്ന രൂപത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് കേവലം കേട്ടുപോകേണ്ട കാര്യമല്ല. സംസാരിക്കുന്ന എന്റെ സംസാരം പൂർത്തിയാകാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നോ, അല്ലെങ്കിൽ തിരികെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തിരികെ പോകാൻ കഴിയുമെന്നോ നാമൊക്കെ കണക്ക് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളും കണക്കൂട്ടലുകളും പൂർത്തീകരിക്കപ്പെടുമെന്നോ ഒരിക്കലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. എങ്കിൽ പിന്നെ ആ ഒറ്റപ്പെട്ട യാത്രക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് മുന്നൊരുക്കം നടത്താൻ കഴിയുന്നില്ല? റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധി പോലും പ്രിയപ്പെട്ടവരെ ഒരല്പം പോലും മുന്നോട്ടോ പിറകോട്ടോ പോകുന്ന ഒരു സാഹചര്യമില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കാൻ, രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നു, അതിലെ ആളുകൾ പറയുന്നു, ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിൽ വല്ലതും ചെയ്യാമായിരുന്നു എന്ന്. ഒരു മുസ്ലിമിന് അങ്ങനെ പറയാൻ കഴിയുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്തിന് മുമ്പ് ഏതെങ്കിലും റൂഹിനെ പിടിക്കുകയോ, റബ്ബ് നിശ്ചയിച്ച ആ അവധി എത്തിയതിനു ശേഷം വിദഗ്ധരായിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ്, അതുകൊണ്ട് അല്പം നീട്ടിക്കിട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഓരോ ആത്മാവിനും, ഓരോ വ്യക്തികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സ്വപ്നങ്ങളെയും പാതി വഴി ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള കണക്കൂട്ടലുകളെയും പിഴപ്പിച്ചുകൊണ്ട് നാം മടങ്ങേണ്ടി വരും. അല്ലാഹു പറയാൻ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഇല്ല, ഒരിക്കലും റബ്ബ് നിശ്ചയിച്ച ആ അവധിക്ക് മുമ്പായി കൊണ്ട് പിടിക്കുന്ന ഒരു സാഹചര്യമില്ല. അവധി എത്തിക്കഴിഞ്ഞാൽ അല്പം പിറകോട്ട് വെക്കുന്ന ഒരവസ്ഥയുമില്ല എന്നാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. കാരണം നാമാണ് ഈ മരണത്തെ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഒരു ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടും അത്യാധുനിക സംവിധാനങ്ങളെ കൊണ്ടും നാം നിശ്ചയിച്ചിരിക്കുന്ന മരണത്തിൽ നിന്ന് എന്നെ അതിജയിക്കാൻ കഴിയുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ സുന്ദരമായിരിക്കുന്ന ഒരവസരം, അഥവാ ജനനം മുതൽ മരണം വരെയുള്ള നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല, ഭൗതികമായിരിക്കുന്ന സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് വരാനിരിക്കുന്ന നമ്മുടെ നാളേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ഒരവസരമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളായിരിക്കുന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. മരണത്തിനു ശേഷമുള്ള നാളെയുടെ ദിവസത്തിനു വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണമെന്നാണ്.
നമ്മൾ പ്രിയപ്പെട്ടവരെ കണക്കൂട്ടുന്നുണ്ട്, നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്റെ കാലശേഷം എന്റെ ഭാര്യയും എന്റെ കുടുംബവും എങ്ങനെ ജീവിക്കും, അതിനുവേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, ആവലാതിപ്പെടാറുണ്ട്. പക്ഷേ ഒറ്റക്കായി യാത്ര ചെയ്യുന്ന ആ യാത്രയുടെ പാതേയങ്ങൾ എന്താണ് നമ്മുടെ പക്കലുള്ളത് എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാറുണ്ടോ? ഇല്ലാത്തതാണ് പരാജയം എന്ന് പറയുന്നത്. അവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. മരണത്തിന്റെ മാലാഖമാർ അഥവാ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് എല്ലാം നമുക്ക് ഓർമ്മ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഓരോ മനുഷ്യരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം നുഅബ്ബിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ ഫജാഅകുമുൻ നദീർ. ഉറ്റാലോചിക്കാൻ പോകുന്ന സുന്ദരമായിരിക്കുന്ന ഒരവസരങ്ങൾ നിന്റെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? വജാഅകുമുൻ നദീർ. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നരബാധിച്ചില്ലേ എന്നാണ്. പ്രിയമുള്ളവരെ, 10-35 വയസ്സ് പിന്നിട്ട് നമ്മളൊക്കെ നരബാധിക്കുന്ന സമയത്ത് അകാല നര എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. നിനക്ക് പോകാൻ സമയമായിട്ടുണ്ട്, നിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പാണ് നര എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ മുന്നറിയിപ്പുകാർ വരുന്നുണ്ട്. ഉപദേശകന്മാർ പറയുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നാളെ ചോദ്യമുണ്ടാകും. ആ സമയത്താണ് റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ വലാതി പറഞ്ഞ് ഓരോ മനുഷ്യനും ധിക്കാരിയായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർ പറഞ്ഞു പോകും, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരല്പസമയത്തേക്ക്, ഒരു ചെറിയൊരു സമയത്തേക്ക് ഞങ്ങളുടെ അവധി ഒന്ന് നീട്ടിത്തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്വതക്ക ചെയ്തു കൊള്ളാം, അമലുകൾ ചെയ്തു കൊള്ളാം, എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് വിലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മുൻകൂട്ടി അറിയിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഹത്താ ഇദാ ജാഅഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. അവധി എത്തിക്കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവർ പറയും, റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ എന്റെ ആത്മാവിനെ ഒന്ന് മടക്കി തരണേ, ഒന്ന് പിന്തിപ്പിക്കണേ. ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിച്ചു ചെയ്തുകൊള്ളാം. ഫീമാ തറക്ത്, ഇതുവരെ ചെയ്യാത്ത അമലുകൾ ഞാൻ ചെയ്യാൻ സന്നദ്ധമാണ് എന്ന് പറയുമ്പം റബ്ബ് സുബ്ഹാനഹു വ തആല ഓർഡർ ഉണ്ടാകുമെന്നാണ് മലക്കോട്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അവർ പറയുന്നത് കേവലം പൊയ്വാക്കുകൾ മാത്രം, വെറും വർത്തമാനങ്ങൾ മാത്രമാണ്, അത് നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തുകൊള്ളൂ എന്ന് പറയുമെന്നാണ്. നഊദു ബില്ലാഹ്. മരണത്തിന്റെ ആ സമയമാകുന്ന സമയത്ത് വിലാപം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല. കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ, പക്വതയും പാകുതയും എത്തിയതിനു ശേഷം എത്ര കാലം ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവസരം നൽകിയെന്ന് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഈ അവസരത്തിൽ നിർബന്ധമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റബ്ബ് നമ്മിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. 5 നേരത്തെ നിസ്കാരം മുതൽ തുടങ്ങി നോമ്പും സക്കാത്തും അടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും മടങ്ങേണ്ടവരാണ് എന്നുള്ള ഓർമ്മ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ കഴിയുള്ളൂ. കേവലമായിരിക്കുന്ന ആഗ്രഹങ്ങൾ കൊണ്ടോ ഉച്ചത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ പരലോകത്ത് നമുക്കൊന്നും നേടിത്തരാൻ കഴിയില്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടിരിക്കുന്ന ചില ശുറൂത്തുകളുണ്ട്. ശരിയായിരിക്കുന്ന വിശ്വാസം സ്വീകരിച്ച്, ശിർക്ക് കലരാത്ത വിശ്വാസം സ്വീകരിച്ച്, ബിദ്അത്തുകളില്ലാത്ത നിർബന്ധമായിരിക്കുന്ന ഇബാദത്തുകൾ നിർവഹിച്ച്, റബ്ബ് സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്ന ജീവിത ശൈലികൾ സ്വീകരിച്ച് തിന്മകളിൽ നിന്നും വിട്ടുനിന്നെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് മിനിമം നമുക്ക് പരലോകത്ത് വിജയം പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മരണത്തെക്കുറിച്ച് മറന്നു പോകാതെ നിരന്തരമായി തന്റെ മടക്കത്തെക്കുറിച്ച് പ്രതീക്ഷയോടുകൂടെ നിന്ന് ഭയപ്പാടോടുകൂടെ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ഓരോ ഘട്ടത്തിലും ശ്രദ്ധയോടുകൂടെ ഗൗരവത്തോടുകൂടെ അതിനെ സമീപിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന്
വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ കണ്ടുപരിചയിച്ച ഒരു കാര്യമാണ് മരണപ്പെടുക എന്നുള്ളത്. ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ പോലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏതാനും മാസങ്ങളോ ഏറി വന്നാൽ ഒരു വർഷം വരെ അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കും, അവരെക്കുറിച്ച് നമ്മൾ ദുഃഖത്തോടുകൂടെ ഒന്ന് ഓർമ്മ വരും. പ്രത്യേകിച്ച് ഉമ്മമാരായിരിക്കുന്ന ആളുകൾക്കും ഭാര്യമാരായിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത് കേവലം ഒരു ഭാര്യയ്ക്ക് വേണമെങ്കിൽ 4 മാസത്തോളം ദുഃഖം ആചരിക്കാമെന്നാണ്. ആധുനിക കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ 4 ദിവസത്തിൽ കഴിഞ്ഞാൽ പോലും ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ചിന്തകൾ മറന്നുപോകും. പിന്നെ ആരോ എപ്പോഴോ ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ ദുഃഖവും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ഉണ്ടാവുക. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ ഇതായിരിക്കും. നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഞാനില്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ നമ്മെക്കുറിച്ച് മറന്നുപോകും. പക്ഷെ മരണത്തിനു ശേഷം ഒരിക്കലും നമ്മൾ നമ്മെക്കുറിച്ച് മറന്നുപോകൂല. ആ സമയത്ത് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയോ? ഒന്നുമില്ല. ഈ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന അവധി മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി വല്ലതും ചെയ്യാനുള്ള അവസരമായി റബ്ബ് നൽകിയിട്ടുള്ളൂ. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ സുന്ദരമായ അവസരമാകട്ടെ നാം മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ നീ ഇത്ര കഷ്ടപ്പെടുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എന്നാണ് ഓരോരുത്തരും പറയുന്നത്. സഹോദരിമാരായിരിക്കുന്ന ആളുകളും അങ്ങനെ തന്നെ, മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ, ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല, നമുക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കേണ്ടെന്നാണോ? അല്ല, അവിടെ നമുക്കൊരു സ്വാർത്ഥത ഉണ്ടാകണം. എന്തൊരു കാര്യം ആർക്ക് ചെയ്തു കൊടുത്താലും ശരി, എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, ഗുണമുണ്ടാകുന്നുണ്ട് എന്ന് ആലോചിക്കുന്നവനാണ് വിശ്വാസി. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അധ്വാനിച്ച് നിന്റെ ഭാര്യയ്ക്ക് വായിൽ വെച്ചു കൊടുക്കുന്ന ഒരുള്ള ഭക്ഷണം പോലും അത് സ്വതക്കയാണ് എന്നാണ്. മക്കൾക്ക് നൽകുന്ന ജീവിത സൗകര്യങ്ങൾ അതെല്ലാം നിനക്ക് സ്വതക്കയാണ് എന്നാണ്. എങ്ങനെ? നല്ലതായിരിക്കുന്ന നീയത്തായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്റെ ചൊൽപ്പിടിക്ക് നിൽക്കണം, ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കണം. ഭാവിയിൽ ഞാൻ വൃദ്ധനാകുമ്പോ, പ്രായമാകുമ്പോ, അവശനാകുമ്പോ എന്നെ സംരക്ഷിക്കണം എന്ന ചിന്തയാണോ? ദുനിയാവിൽ അത് കിട്ടാനും പോകുന്നില്ല, പരലോകത്ത് അതുകൊണ്ട് കൂലിയില്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്, എന്നോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയാണ്. മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ പരിചയിക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, നാടിനും നാട്ടുകാരെയും സേവിക്കുക എന്ന് തുടങ്ങിയിരിക്കുന്ന ഏതെല്ലാം ഉണ്ടോ എല്ലാം റബ്ബ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ജീവിതം മുഴുവനും നമുക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ നമ്മൾ മറ്റു ദുനിയാവിലെ ഭൗതികമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അത് എത്തിപ്പിടിക്കാനും കഴിയുന്നല്ല, പരലോകത്തെത്തുമ്പം അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. പ്രിയമുള്ളവരെ, യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുവാനും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നാം സ്വീകരിക്കേണ്ടുന്ന ചില രീതിയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരണത്തെക്കുറിച്ച് മറന്നു പോകാതിരിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി വിശ്വാസികളോട് പറയാറുണ്ടായിരുന്നു, അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. ആ പദം വല്ലാത്തൊരു പദമാണ്. ഹാദിമുൽ ലദ്ദാത്ത്, ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതാണ്. പലരെ കുറിച്ച് നമ്മൾ ആവലാതി പറയാറുണ്ട്, എന്തൊരു ദൗർഭാഗ്യകരമായിരിക്കുന്ന മരണമായി പോയി. മക്കളുടെ മംഗലം കഴിഞ്ഞിട്ടില്ല, സ്വന്തമായിരിക്കുന്ന ഒരു വീടില്ല, അതുപോലെ തന്നെ വരുമാനത്തിന്റെ മാർഗത്തില്ല, അപ്പോഴേക്ക് മരണപ്പെട്ടു പോയി എന്നാണ്. എന്നാൽ വേറെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാം, അൽഹംദുലില്ലാ, സുന്ദരമായിരിക്കുന്ന ഒരു മരണമായിരുന്നു, ബാധ്യതകളെല്ലാം തീർത്തിട്ടുണ്ട്, മക്കളുടെ മംഗലങ്ങളെല്ലാം കഴിഞ്ഞു, വരുമാനത്തിന്റെ മാർഗമുണ്ട്. അദ്ദേഹം പോയാലും അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിണിയില്ലാത്ത, പ്രയാസപ്പെടാത്ത സിറ്റുവേഷനിലാണ് അദ്ദേഹം പോയിരിക്കുന്നത്, അൽഹംദുലില്ലാ എന്നാണ്. ഈ രണ്ടു മരണത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് സ്ഥാനമുള്ളത്? ദുനിയാവിലെ എല്ലാ ബാധ്യതകളും നിറവേറ്റി എന്ന് നാം പറയുന്ന ആ നിറവേറ്റലുകൾ കൊണ്ട് പരലോകത്ത് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. കുട്ടികളുടെ മംഗലം കാണാതെ മരണപ്പെട്ടു പോയത് കണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം ഒരു വിശ്വാസിക്ക് പരലോകത്തുണ്ടോ? ഒന്നുമില്ല. നേരെ മറിച്ച് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാതെയാണ്, എല്ലാ ഉത്തരവാദിത്തം കഴിഞ്ഞു, എല്ലാം ചെയ്തു, പക്ഷേ നിർബന്ധ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുത്തു വിട്ടുന്ന വിഷയത്തിൽ നമുക്ക് കണിശത പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. ഹലാലിന്റെയും ഹറാമിന്റെയും മേഖലയുണ്ട്. കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നാം എല്ലാം കണ്ണടക്കുകയാണ്. ഹലാല് മാത്രം നോക്കിപ്പോയാൽ കാര്യം നടക്കൂല. അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം,
മറ്റു കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അല്പം ചില നീക്കുപോക്കുകളൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി തൊലച്ചു കളയുമ്പം ശ്വാസമടങ്ങുന്ന സമയത്ത് പ്രിയമുള്ളവരെ നമ്മൾ വിലപിക്കും. ആ വിലാപം കൊണ്ടൊരു കാര്യമില്ല. മരണത്തിന്റെ സമയത്ത് ഒരു മനുഷ്യൻ വിലപിക്കുന്നത് മറ്റൊരാൾ കേട്ടിരുന്നുവെങ്കിൽ അയാൾ ബോധരഹിതനായി വീഴുമായിരുന്നു എന്നാണ്. മനുഷ്യരല്ലാത്ത മറ്റു ജീവികളൊക്കെ അത് കേൾക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് മറക്കാതിരിക്കുക. നിരന്തരം പ്രവാചകൻ സഹാബത്തിനോട് പറയുന്നതാണ്, രണ്ടാമത് പറഞ്ഞു, മരണത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ രോഗി അവശരായി കിടക്കുന്ന രോഗിയെ നമ്മൾ സന്ദർശിക്കണം. നമ്മിൽ നിന്നും അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കാര്യമാണത്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ള ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ചെയ്തു കൊടുക്കുന്ന കടമയാണ്. ആളുകൾ പറയില്ലേ, ആളുകൾ എന്താ വിചാരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടി വല്ലതും പോയി എന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? അതല്ല, അതേ എത്ര ആരോഗ്യവാനായി നടന്നിരുന്ന മനുഷ്യനാണ്. അയാളുടെ ശൈൽ കിടക്കുന്നു. എന്റെയും അവസ്ഥ ഇതുപോലെയായി തീർന്നാൽ ജമാഅത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യം എനിക്കുണ്ടാകും. അൽഹംദുലില്ലാഹ്, ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. നാം ക്രമീകരിക്കുകയാണെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കുവാനുള്ള സമയമുണ്ട്, ദീൻ പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന തിരക്കുകളും പ്രയാസങ്ങളും നമ്മിലേക്ക് കടന്നു വരുമെന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരും. അതുപോലെ തന്നെയാണ് ജനാസയെ അനുഗമിക്കുക എന്നുള്ളതും. അതുപോലെ തന്നെ നമ്മൾ ഖബർ സന്ദർശനം എന്നുള്ളതും. ഖബർ സന്ദർശനം ഒരു വിഭാഗം ആളുകൾ ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ചപ്പോ സത്യം മനസ്സിലാക്കി എന്ന് ഗർവ് നടിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സുന്നത്താക്കിയിരിക്കുന്ന സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം എന്നുള്ളത് നമ്മൾ പാടെ ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ, മുമ്പ് നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കുക എന്നുള്ളത് നിങ്ങളോട് ഞാൻ വിരോധിച്ചിരുന്നു. ഫസൂറുഹാ, ഇപ്പോൾ നിങ്ങൾ സന്ദർശനം നടത്തിക്കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, മറ്റൊരു റിവായത്തുള്ളത് ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും, നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കും, ഓർമ്മയുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണമെന്നാണ്. സ്വന്തം മാതാപിതാക്കളുടെ ഖബർ പോലും എപ്പോ കണ്ടു എന്ന് ചോദിച്ചാൽ ആ ഖബർസ്ഥാനിൽ മറ്റൊരാളുടെ മയ്യത്ത് മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ പോയി എന്ന് വന്നേക്കാം. പ്രിയമുള്ളവരെ, സ്വന്തക്കാരുടേതാണെങ്കിലും അല്ലാത്തവരുടേതാണെങ്കിലും ശരി, ഖബറിലേക്ക് നോക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ബേജാറുണ്ടാവണം, ഭയപ്പാടുണ്ടാവണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇല്ല എന്നാണ്. അതുപോലെ തന്നെ മനസ്സിന് ശാന്തമാക്കുവാനും ഇബാദത്തുകൾ നന്നാക്കി തീർക്കുവാനും കഴിയുന്നത് ഇതേ മരണചിന്ത കൊണ്ടല്ലാതെ ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട് നമുക്ക് ഇബാദത്തുകളിൽ ലദ്ദത്ത്, മാധുര്യം കിട്ടുന്നില്ല? മടുപ്പുകൾ വരുന്നു, അല്ലെ? ഇബാദത്തുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഉലമാക്കൾ വിശദീകരിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊരു മനുഷ്യന്റെ ഇഖ്ലാസ് നന്നാക്കിയെടുക്കണോ അതിലുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് ഇതെന്റെ അവസാനത്തെ അമലാണ് എന്ന് വിചാരിക്കലാണ് എന്നാണ്. എന്നാലോചിക്കുന്നത്, ഈ ജുമുഅ നമ്മുടെ അവസാനത്തെ ജുമുഅയാണ്. ഇനി ഈ ദിവസത്തെ അസർ പോലും നിസ്കരിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ജുമുഅ നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ അവന്റെ ശ്രദ്ധ മാറിപ്പോകൂല അല്ലേ? അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത തീർച്ചയായും അമലുകൾ നന്നാക്കാൻ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ മരണത്തിന് വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങണം. നമ്മൾ മരണത്തിന് വേണ്ടി ഒന്ന് സന്നദ്ധമാകണം. എങ്ങനെയാണ് സന്നദ്ധമാക്കേണ്ടത്? ഇപ്പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ഇല്ല അടുത്ത റമദാൻ വരട്ടെ എന്നല്ല, റബ്ബേ എന്നിൽ വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, കേൾവി കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ അബദ്ധങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കത് പരിഹരിക്കപ്പെടണം. തൗബയും ഇസ്തിഗ്ഫാറുകളും ഒക്കെയായി ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബുമായി മുലാഖാത്ത് നടത്തിയിട്ട് ആ രൂപത്തിൽ അള്ളാഹുമായി അത് പുറത്തു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് സാധിക്കുള്ളൂ. എന്തേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയാൻ പോലും കഴിയുന്നതിന് മുമ്പേ എണീറ്റ് പോകാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നത്. എല്ലാം തീർന്നു, അതൊക്കെ നമ്മുടെ അക്കൗണ്ട് കയറി എന്ന് വിചാരിക്കുകയാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് മരണത്തെക്കുറിച്ച് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ, പുറത്തു കൊടുക്കാൻ കഴിയാതെ വിദ്വേഷവും പകയുമായി നടക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? നമ്മെക്കാളും കരുത്തന്മാരായിരിക്കുന്ന ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ട സഹാബത്ത് പറയാറുണ്ടായിരുന്നു, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഖബർ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മെക്കാളും കരുത്തരായിരിക്കുന്ന ആളുകൾ, നമ്മെക്കാളും സുന്ദരമായിരിക്കുന്ന ഭൗതിക ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചവര് ഇന്ന് എല്ലാം നിലച്ചുപോയി ആ രൂപത്തിൽ കിടക്കണം. ഒരു മരിച്ച മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ നിങ്ങൾ ആത്മാർത്ഥമായി. ഒരു മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കൂ നിങ്ങൾ, നിസ്സഹായനായി അല്ലേ? ആ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ എത്ര കരുത്തനായിരുന്നു. ഒരു പക്ഷേ മറ്റുള്ളവരെ തന്റെ വാചാലത കൊണ്ട് അടിച്ചൊതുക്കാൻ കൽപ്പിച്ചവനായിരിക്കുന്ന വാചാല ശക്തിയുള്ള, സംസാരിക്കാൻ കൽപ്പുള്ള മനുഷ്യൻ മിണ്ടാണ്ടിരിക്കുകയാണ്.
മസിൽ പവറുകൾ കൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ മിണ്ടാതെ കിടക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെക്കാളും ഏറ്റവും അഹങ്കാരികളായിരിക്കുന്ന നമ്രൂദും ഫിർഔനും ഹാമാനും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും ആരുമല്ല. ഇതുപോലെ ഞാനും നിങ്ങളും ആരുമല്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോകാനുള്ളത്. അവിടങ്ങളിൽ നമുക്ക് കൂട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവന്റെ അമലുകളിലൂടെയായിരിക്കും ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം തുടങ്ങുന്നത്. നന്മയാണെങ്കിൽ നന്മയായിരിക്കും, തിന്മയാണെങ്കിൽ ആ തിന്മയായിരിക്കും അവന്റെ കൂട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിനു ശേഷമുള്ള ബർസഖിലൂടെ തുടങ്ങി ഹിസാബിലൂടെ കടന്ന് സ്വർഗനരകങ്ങളിലേക്ക് തീർക്കപ്പെടുന്ന ആ ഘട്ടമെത്തുന്നത് വരെയും നമ്മുടെ കൂട്ടായി ആരുണ്ടാകണമെന്ന് ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അവസരങ്ങൾ റബ്ബ് സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദി കാണിക്കാം, അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കാം. അള്ളാഹു നൽകിയിരിക്കുന്ന അവസരങ്ങളെ തുലക്കാതിരിക്കാം. നിരന്തരമായി നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ഓരോ സമയത്തും താൻ എന്റെ അവസാനത്തെ സമയമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഭൗതികമായിരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നമുക്ക് നോക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ മരണത്തിന്റെ ഡേറ്റ് മാറുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാക്കുക. അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമയമുണ്ടല്ലോ, അതിന്റെ എത്ര അംശം നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പത്തിന്റെ എത്ര അംശം, എത്ര ശതമാനം പരലോകത്ത് നേട്ടം കിട്ടാൻ വേണ്ടിയുള്ള സ്വതക്കാത്തുകളിൽ നമ്മൾ നൽകുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊന്നും സ്വീകരിക്കേണ്ടതല്ല. ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. നമുക്ക് അനുയോജ്യമായിരിക്കുന്ന രൂപത്തിൽ, അനുവദനീയമായിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് നിർവഹിക്കപ്പെടാവുന്നതാണ്. പക്ഷേ അത് ആ വസീലയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ സബബനെ സ്വീകരിക്കുമ്പം അതുകൊണ്ട് രക്ഷയുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ശിർക്കായി മാറും. ജിമ്മിലൊക്കെ പോയി ഉഷാറായി ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചിലാകുമെന്ന തോന്നലുണ്ടോ? അത് ശരിയാവില്ല. അത് നിയന്ത്രിക്കാനാണ്. ഒരിടത്തും മരണത്തെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോകേണ്ടതില്ല. ഇല്ല. ഈ അടുത്ത കാലത്തല്ലേ ട്രെയിനറായിരിക്കുന്ന ഒരു മനുഷ്യൻ കടന്നുറങ്ങിയിട്ട് പിന്നീട് എണീറ്റിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല, ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള സമയത്ത് വാട്സാപ്പുകളുടെയും ഫേസ്ബുക്കുകളിലൂടെയും നമ്മുടെയൊക്കെ മരണ വാർത്ത വരേണ്ടവരാണ്. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി, അന്ന് മുതൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം, സമാധാനിക്കാൻ കഴിയണം. അതിനുവേണ്ടി കേവലമായിരിക്കുന്ന ആഗ്രഹം കൊണ്ട് മാത്രമായില്ല പ്രിയപ്പെട്ടവരെ. അധ്വാനിക്കണം, നിരന്തരമായി അധ്വാനിക്കണം. മുസ്ലിമായി കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും ശരി, മുസ്ലിമായി കൊണ്ട് റബ്ബിന് വിധേയപ്പെട്ട് കീഴൊതുങ്ങി മരിക്കുന്നവരായി തീരാൻ നമ്മൾ കൊണ്ട് കഴിയണം. അല്ലാഹുമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിതത്തിന്റെ അവസാനം വരെ ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുവാനും യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടുവാനും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും സൗഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബേ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. റബ്ബേ, ഖൈറാണെങ്കിൽ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണമാണ് ഖൈറെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു നോക്കി, വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. മരണം ഖൈറാണെങ്കിൽ ഞങ്ങൾക്ക് നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിരീശ്വരായിരിക്കുന്ന ആളുകൾ പോലും മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. ആത്മഹത്യക്ക് തയ്യാറാകുന്ന മനുഷ്യൻ പോലും അതിന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേവലാതിപ്പെടുകയാണ്. അല്ലാഹുവേ, ഖൈറാക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ